ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കണം. 7 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സൈഡിലൊക്കെ ഓയിൽ തേച്ച് കൊടുക്കണം. ഓയിൽ എപ്പോഴും ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ എടുക്കാം, ഒന്നല്ലെങ്കിൽ സൺഫ്ലവർ, റൈസ് ബ്രാൻ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഓയിൽ എടുക്കുക. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അപ്പോൾ അതായിപ്പോൾ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കൊക്കോ പൗഡറിന് പകരമായിട്ട് നമുക്ക് മൈദ വേണ്ടി മൈദ ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ചോക്ലേറ്റ് കേക്ക് അല്ലേ, അപ്പോൾ കൊക്കോ പൗഡർ ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തത്. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് മാറ്റിയതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ കേക്കിന് ഇറങ്ങിയിരിക്കാൻ പാകത്തിനുള്ള പാൻ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഇതുപോലത്തെ ഒരു വയർ റാക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതിന്റെ ഈ ഹോള് എന്തെങ്കിലും ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇതവിടെ നിന്ന് പ്രീഹീറ്റ് ആവട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവൻ. അപ്പോൾ ഇനി ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഈ മിൽക്ക് മെയ്ഡ് ഹോം മെയ്ഡായിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്ത മിൽക്ക് മെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ മിൽക്ക് മെയ്ഡ് ഒക്കെ ആണെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ഫ്ലോർ സിഫ്റ്ററിലായിട്ട് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ. അപ്പോൾ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ വാനില എസൻസ് ഉണ്ടല്ലോ, അത് ചേർത്താൽ മതി. പിന്നെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടെ അരിച്ച് ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് പാൽ ഒഴിച്ച് വേണം, ഇത് ഇടയ്ക്കോടെ കുറച്ച് പാൽ ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ. കാരണം ഇതിന് ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ ഒന്നും ഒരു ആവശ്യമില്ല. അതുപോലെ ഈ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തേക്കണതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ബാറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കേക്ക് ബാറ്റർ ഈ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. റിബൺ കൺസിസ്റ്റൻസിയാണ് ഈ ബാറ്ററിന് വേണ്ടത്. അപ്പോൾ ഇതാ ബാറ്റർ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പാണ് പാല് വേണ്ടി വന്നുള്ളൂ. അപ്പോൾ എന്ത് ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്താലും റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഇപ്പം ഇനി ഒന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഈ കേക്ക് ടിൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടപ്പ് നന്നായിട്ട് ചേർന്നിരിക്കുന്ന അടപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വെയിറ്റ് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ ചേർന്നിരിക്കുന്ന അടപ്പാണ്, കുഴപ്പമില്ലാത്ത കാരണമുണ്ട് വെയിറ്റ് ഒന്നും വെക്കണില്ല കേട്ടോ. അപ്പോൾ ഇനി 40 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കേക്ക് ബേക്കായി വരുമ്പോഴേക്കും കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡറിന്റെ കളർ കുറവാണെങ്കിൽ 1 ടേബിൾ സ്പൂണോട് കൂടി ചേർത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കോൺഫ്ലോറിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈദ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. പക്ഷെ കോൺഫ്ലോർ ചേർക്കണതാണ് കുറച്ചുകൂടെ നല്ലത്. അതുപോലെ അപ്പോൾ 1 കപ്പ് പാലിന് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്താൽ മതി.
ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ സ്കിപ്പ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ നമ്മുടെ കേക്കിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. ഇനി ഇത് ശരിക്കും ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഞാനിതിപ്പോൾ അടുപ്പിലോട്ട് വെച്ചു. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. ഈ കൊക്കോ പൗഡറൊക്കെ ഈ പാലുമായിട്ട് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം വേണം സ്റ്റൗവിലോട്ട് വയ്ക്കാനായിട്ട്. പിന്നെ ബട്ടർ ചൂട് ചെല്ലുമ്പോൾ തന്നെ മെൽറ്റ് ആയിക്കോളും. അതായത് ഇപ്പോൾ കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ അത് നല്ലപോലെ തിക്കായി വരാനായിട്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട ഇത് കുറുക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഡാർക്കായിട്ടുള്ള ഒരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അത്രയും ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ അല്ല, അതുകൊണ്ടാണ് ഈ ഒരു കളറിലായിട്ട് വന്നത്. ചോക്ലേറ്റ് ഗണാശയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ഗണാശയ്ക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമും അതുപോലെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒന്നും ഇപ്പം എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ ഇത് വെച്ചിട്ട് ഞാൻ ഒരുപാട് കേക്ക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ. കാരണം കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാകുമ്പോൾ പെട്ടെന്നൊരു ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കും. അതിനും ടോപ്പിലിട്ട് വെറുതെ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കത്തേ ഉള്ളൂ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 2 ലെയറൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. സാധാരണ ടോപ്പിലിട്ട് വെറുതെ ഒഴിക്കാറുള്ളൂ. ഇതിപ്പോൾ ഇത് തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു തിക്നെസ് മതി കേട്ടോ. ഇത് നമുക്ക് കേക്കിന്റെ ടോപ്പിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അതുപോലെ ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്ക് എന്തായെന്ന് നോക്കാം. ഇതാ ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇനി കേക്ക് ടിൻ പെട്ടെന്ന് തന്നെ ഈ പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഈ ബേക്കായി വരുമ്പോൾ തന്നെ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ നമ്മുടെ കിച്ചണിൽ മൊത്തം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേക്ക് ബേക്കായി എന്ന് അറിയാനായിട്ട്. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ ഇനി സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് നമുക്കത് കൊട്ടിയിടാം. കേട്ടോ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ചോക്ലേറ്റ് ക്രീം ഇതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ജെംസ് ഒക്കെ വെച്ച് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കാനായിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലായിട്ട് വെച്ചിരുന്നു. എന്നിട്ട് എടുത്താണത്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ഇതുണ്ടോ നല്ല സ്പഞ്ചി ആയിട്ടല്ലേ ഇരിക്കണേന്ന് നോക്കി. നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചൊരു വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടാണ് സെർവ് ചെയ്യണത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. മിൽക്ക് മെയ്ഡ് മാത്രമാണ് ചിലപ്പോൾ വീടുകളിൽ ഉണ്ടാവാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ പാലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വീഡിയോ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഈ സെയിം ചോക്ലേറ്റ് ക്രീം വെച്ച് തന്നെ ചെയ്ത മറ്റൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ കണ്ടോ, വേറെ ടൈപ്പിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.